ഹലോ ഗൈസ്, രാവിലെ തന്നെ നമ്മളുടെ കൂട്ടാളികളുടെ കൂടെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഒരു കടയിൽ വന്നേക്കുവാണ്. ഈ തമിഴ്നാട്ടിലെ ഈ കേക്കുകളുടെ ഭംഗി കണ്ട് ഒരിക്കലും ഇത് വാങ്ങരുത്. അകത്ത് മൊത്തം ഒരുമാതിരി തടിയങ്ക പോലെയാണ്. ബ്രേക്ക്ഫാസ്റ്റ് മുഖ്യം ബിഗിലെന്ന് പറഞ്ഞ് ഹോട്ടലിലോട്ട് കാലെടുത്ത് വെച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. അടിച്ചാൽ തിരിച്ചടിക്കുന്ന പോലത്തെ 2 പൊറോട്ടയും പിന്നെ എന്തോ ഒരു കറിയും തന്നെ നമ്മുടെ മൂഡ് കളഞ്ഞു രാവിലെ തന്നെ. വീട്ടിൽ നിന്ന് ഇവളുടെ ഉമ്മ ഞങ്ങളോട് പ്രത്യേകം പറഞ്ഞയച്ചിട്ടുണ്ട്, എന്റെ പൊന്നുമോളുടെ മരുന്നൊക്കെ ഒന്ന് കൃത്യമായിട്ട് കൊടുക്കാൻ മറക്കല്ലേ മക്കളെയെന്ന്. അഥവാ കൊടുക്കാൻ മറന്നുപോയാൽ ഞങ്ങൾക്ക് തന്നെ പ്രശ്നം. ചുമ്മാതാണ് കേട്ടോ. ഇവളാണെങ്കിൽ പറന്നുപോയ കടന്തലിനെ മൂക്കുകൊണ്ടൊന്ന് തടഞ്ഞതാ. കടന്തല് ചേട്ടൻ ഇവളുടെ മൂക്കിന്റെ പാലത്തിന് ഇട്ട് തന്നെ ഒരു കുത്തിട്ട് അങ്ങ് പറന്നുപോയി. ഇനി നമുക്ക് മണ്ണിലോട്ട് ഇറങ്ങി പണിയെടുക്കാം. പറയുമ്പോൾ എൻ്റെ പ്രൊഫഷന് PGയും ഡിഗ്രിയും PhD അതും ഇതൊക്കെ വേണമെങ്കിൽ പോലും പെയിന്റ് പണി ചെയ്യുന്ന ചേട്ടന്മാരുടെ ബ്രഷും അതേപോലെ മേസ്തിരി പണിക്ക് പോകുന്ന ചേട്ടന്മാരുടെ കരണ്ടിയൊക്കെ നമുക്കും ഉണ്ടെന്നേ. അവർ ഈ സാധനങ്ങൾ ഉപയോഗിച്ച് പുതിയതൊരൊന്നും ഉണ്ടാക്കാൻ നോക്കുമ്പോൾ നമ്മൾ ആരൊക്കെ ഉണ്ടാക്കിയ സാധനങ്ങൾ പൊളിക്കാൻ നോക്കും. തമിഴ്നാട്ടുകാരുടെ സ്നേഹം നമ്മൾ കാണാതെ പോകരുത്. അങ്ങനെ കിട്ടിയ ഒരു തേൻ കനിയാണ് ഈ കാണുന്നത്. പിന്നെ ഞങ്ങൾ പോയ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, അവിടെ ഇഷ്ടംപോലെ ചോളമുണ്ട്. പക്ഷെ ഒരു ചോളക്കുരു പോലും എനിക്ക് തിന്നാൻ കിട്ടിയില്ല. ഒരു തുള്ളി വെള്ളം കുടിക്കാനില്ലെങ്കിൽ ഈ കൃഷി ചെയ്യാൻ ഇവർ കാണിക്കുന്ന ഈ മനസ്സുണ്ടല്ലോ, അത് ഗ്രേറ്റ് ആണ്. പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഞാൻ തമിഴ്നാട്ടിലെ ഒരു കൗണ്ടറിന്റെ വേപ്പിൻ തോട്ടത്തിൽ വരെ എത്തി. ഇനി അവിടെ നിന്ന് അവരെന്നെ കൊണ്ട് പുല്ല് പറിപ്പിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ ബൈ.